വെൽക്കം ബാക്ക്. പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എനിക്ക് എന്താ ഫ്ലൈറ്റൊക്കെ കാണിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന്? ഒന്നുമില്ല ഗൈസ്, ഞങ്ങൾ മക്കളെയും കൊണ്ടൊന്ന് ടൂർ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വണ്ടർലാൻഡിലേക്ക് പോവാണ്. അപ്പോൾ ഫ്ലൈറ്റിലാകാമെന്ന് വിചാരിച്ചു. മക്കൾ ഇതുവരെയും കയറിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് അവരുടെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തു. ഉണ്ണിയേട്ടൻ 20 ദിവസത്തെ ലീവിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് വണ്ടർലയിൽ പോകാമെന്ന്. അപ്പോൾ മക്കളെയും കൂട്ടി ഞങ്ങൾ വണ്ടർലയിൽ പോവാണ്. എല്ലാ പ്രാവശ്യം പോകുമ്പോഴും അനിയനെ അവളുണ്ടാവും. ഇപ്രാവശ്യം അവരില്ല. അവർ വീട് പണി ആയതുകൊണ്ട് അവരില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. മക്കൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു വെച്ചാൽ അവർ ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് അവർക്കുണ്ട്. വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ അവർക്ക് ഭയങ്കര സർപ്രൈസ് കൊടുത്തതാണ്. എൻ്റെ അച്ഛൻ വന്നത് തന്നെ വലിയൊരു സർപ്രൈസാണ്. ഇപ്പോൾ ഇരട്ടി മധുരമാണ് ഇതിപ്പോൾ. അപ്പം ചെറുതായിട്ട് മഴ ഇങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് 8:30-ക്കായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് കയറി. എനിക്ക് വിൻഡോ സീറ്റ് ഉണ്ട്, മക്കളെ അങ്ങനെ വിൻഡോ സീറ്റിലാണ് ഇരുത്തിയത്. അപ്പോൾ അത് അവരിതിങ്ങനെ സെറ്റ് ആവുന്നുണ്ട്, എന്തോ കാഴ്ചകളൊക്കെ പറയുന്നുണ്ട്. അവർക്ക് ഒരുപാട് സന്തോഷമായി ഫ്ലൈറ്റ് എടുത്ത്. അപ്പോൾ മോളടുത്ത് ഇരിക്കാൻ പറഞ്ഞിട്ട് ബെൽറ്റൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആകാശത്തുള്ള കാഴ്ചകളൊക്കെയാണിത്. നന്നായിട്ട് മേഘങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നിട്ട് ഒന്നും കാണാനൊന്നും പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് മേഘങ്ങളുണ്ട്, നല്ല വൈറ്റ് കളറിൽ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ അതൊക്കെ ആസ്വദിച്ചിരിക്കുന്നുണ്ട്. മക്കൾ രണ്ടാളും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ കുഞ്ഞൂസിന് കാണാൻ പറ്റാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടെന്നാലും അവളും അവൻ്റെ മടിയിലൊക്കെ ഇരുന്ന് കാണുന്നുണ്ട്. അപ്പോൾ ചെറിയ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായി, നല്ല രസമല്ലേ. അങ്ങനെ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അരമണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എറണാകുളത്ത് ചെന്നിറങ്ങി. എറണാകുളത്ത് എത്തിയപ്പോൾ ഒന്നും പറയണ്ട. എറണാകുളം എയർപോർട്ടിൽ എത്തുന്നുണ്ട്. ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു, നന്നായിട്ട് മഴ ഉണ്ടായിരുന്നു. എന്താ പറയുക, ലാൻഡ് ചെയ്തത് ഭയങ്കര മഴ തുടങ്ങി. 2 ദിവസം കൊണ്ട് അവിടെ മഴ ഉണ്ടെന്ന് ഫ്രണ്ട്സൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റൊക്കെ കിടക്കുന്നുണ്ട്, വലിയ എയർപോർട്ടാണല്ലോ. അപ്പോൾ ഞങ്ങൾ ലാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ലാൻഡ് ചെയ്യുന്നത് നോക്കാം. അടുത്ത കുടയിൽ വരാം, അതിക്ക് നനയാൻ വയ്യ. താങ്ക് യു. കൊച്ചി ലാൻഡ് ചെയ്തും ഭയങ്കര മഴയാണ്. മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴ. അപ്പോൾ നമ്മൾ കുടയിലാണ് അവരങ്ങോട്ട് വണ്ടിയിലേക്ക് കയറ്റുന്നത്. ഇൻഡിക്കോൻ്റെ വണ്ടിയൊക്കെ ഉണ്ട്, അതിലേക്ക് കയറ്റിയിട്ടുണ്ട്. കുറച്ച് അപ്പുറത്തേക്കാണ് എയർപോർട്ടിൻ്റെ സൈഡ്. അപ്പോൾ അങ്ങോട്ട് വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഞങ്ങൾ എയർപോർട്ടിനകത്ത് കയറി. അടിപൊളിയാട്ടോ, കൊച്ചി എയർപോർട്ട് സൂപ്പറാട്ടോ, കാണാനൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. കുറേ പെയിൻറ്റിങ്ങൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയായിരുന്നു. അടുത്ത വീഡിയോയിൽ ബാക്കി കാണിക്കാം. ഇവർ രണ്ടാളും ദുബായിൽ ഹോസ്റ്റലിലാക്കാൻ വന്നല്ലേ നമ്മൾ? രണ്ടെണ്ണത്തിനെ ഹോസ്റ്റലിലാക്കാൻ വന്ന, ദുബായിൽ ഹോസ്റ്റലിലെത്തിയ. പക്ഷേ പത്തന്നെ നമ്മൾ ലഗേജ് പിടിക്ക് പോയി. കൊച്ചിൻ എയർപോർട്ടിൽ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം, നാലാമത്തെ പ്രാവശ്യം. വലിയ എയർപോർട്ടാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ. പുറത്തേക്ക് ഇങ്ങനെ ഇവിടാത്തൊരു അങ്ങനെ ഞങ്ങൾ ടാക്സിയൊക്കെ വിളിച്ച് വണ്ടർലാൻഡിലേക്ക് പോവാണ്. അവിടുത്തെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഗായ്സ്.